ഹായ് ഫ്രണ്ട്സ്, മേക്ക് മൈ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് എന്ന് പറഞ്ഞാൽ പൊതുവേ നമ്മൾ മലയാളികൾക്ക് ബീഫ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നോൺ വെജ് ഐറ്റം തന്നെയാണ്. അപ്പോൾ ബീഫ് വെച്ചിട്ട് നല്ലൊരു സ്പൈസി ആയിട്ടുള്ളൊരു ബീഫ് റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ബീഫ് റോസ്റ്റിനേക്കാളും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഉള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോയുടെ ബീഫാണ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്ന ബീഫിൽ എന്ന് പറഞ്ഞാൽ ബോൺസോട് കൂടിയ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ബീഫ് കിട്ടും. അപ്പം സാധാരണ ബോൺസ് ഇല്ലാതെ സാധാരണ ബീഫ് എടുത്താൽ മതി. ഇവിടെ കുറച്ച് ബോൺസോട് കൂടിയ ബീഫാണ് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാം. നമ്മളുടെ മസാല റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുഴുവനെ ഉള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണ് മുഴുവനെ ഉള്ള ഉലുവ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂണ് മുഴുവനെ ഉള്ള പെരുംജീരകം അതുകൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണോളം ചുമന്ന മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അത് എത്രയാണെന്ന് വെച്ചാൽ മാറ്റം വരുത്തുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഇതിൻ്റെ ആ ഒരു റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇത് മാറണം. അതിൻ്റെ കൂടെ തന്നെ ഇത് കരിഞ്ഞു പോവാണ്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണം. ഇതിപ്പോൾ നന്നായിട്ട് ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. ചെറിയൊരു കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം വെളുത്തുള്ളി ഒരു 4-5 അല്ലി വെളുത്തുള്ളി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തണ്ട് കറിവേപ്പില അതുകൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്കിത് അരച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ഇത് പേസ്റ്റ് പോലെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ബീഫ് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്, അതുകൊണ്ടാണ് കുക്കറിലേക്ക് മാറ്റിയേക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 മുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഗരം മസാലയാണ്, ഞാനിവിടെ ഒരു ടീസ്പൂണോളം ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അല്പം ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുക. ഉപ്പും ഗരം മസാലയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീടാണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി അതിനുശേഷം നമുക്കിത് നന്നായിട്ട് ഇറച്ചിയിലേക്ക് ഇത് തിരുമ്മി പിടിപ്പിച്ച് വെക്കാം. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇത് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് ഇത് കുക്കർ അടച്ചിട്ട് നമുക്കൊരു 3-4 വിസിൽ വരെ ഇത് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ബീഫിലേക്ക് നമ്മൾ ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു സ്റ്റോക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത സവാളയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ഇതിലേക്ക് വെന്ത് അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. അതിനായിട്ടൊരു അത്യാവശ്യം വലുപ്പമുള്ളൊരു പാൻ അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ഒരു 1/2 ടീസ്പൂണോളം പെരുംജീരകം കൂടി നമ്മൾക്ക് ഇട്ടൊന്ന് അതൊന്ന് പയ്യെ മൂത്ത് വരണം. അത് മൂത്ത് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് ബീഫ് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫിൻ്റെ വെള്ളമൊന്നും നമ്മൾ കളയേണ്ട കാര്യമില്ല. ആ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾ ബീഫ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് ഇതൊന്ന് പറ്റിച്ചെടുക്കണം. ഈ ഒരു ടൈമിൽ നമ്മൾക്ക് ഉപ്പൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. അതുമൊക്കെ ചേർത്ത് കൊടുത്ത് ഇത് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ഒരു ഉള്ളിയുടെ ഒരു മിക്സ് നമുക്ക് റെഡിയാക്കണം. അത് നമുക്ക് റെഡിയാക്കാം.
അതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്കതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി നല്ല നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ്, അത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതും ഇതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞേക്കുന്നതാണ്. പിന്നെ പച്ചമുളക്, ഒരു 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, അത് നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് എണ്ണയിലിട്ട് നന്നായിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചമുളക് എന്ന് പറഞ്ഞാൽ അധികം എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് 3 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറിയുള്ളിയാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ഒരു ചെറിയുള്ളിനെ 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് എണ്ണയിലിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ചെറിയുള്ളി അത്യാവശ്യം ഒന്ന് വഴന്ന് അതൊന്ന് പയ്യെ ട്രാൻസ്പെറൻ്റ് ആയി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച മുളക് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടി നമുക്ക് ഈ ചെറിയുള്ളിയുടെ കൂടെ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. ചതച്ച മുളകിൻ്റെ ആ ഒരു റോ ടേസ്റ്റ് ഒക്കെ മാറുന്നതിനും വരെ വഴറ്റിയെടുക്കാം. ഇത് ഒത്തിരി അങ്ങ് വഴന്ന് അത് ബ്രൗൺ ഷെയ്ഡ് ആക്കണ്ട. നമ്മൾ ബീഫിൻ്റെ കൂടെ ഇടയ്ക്ക് ഇത് കടിക്കാൻ കിട്ടണം, ആ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി. ഇപ്പോൾ നമ്മളുടെ ബീഫ് ഇവിടെ നന്നായിട്ട് ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മളുടെ ആ ചെറിയുള്ളിയുടെ ആ മിക്സിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളുടെ ചെറിയുള്ളിയും ബീഫുമായിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. മിക്സ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റായിട്ട് 1 ടീസ്പൂണോളം ഗരം മസാല കൂടി ഞാൻ ലാസ്റ്റ് ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മൾ ഗരം മസാല ചേർക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് നമുക്ക് ബീഫിലേക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ടൈമിൽ നമ്മൾ ബീഫിൻ്റെ കൂടെ ഗരം മസാല ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു 5-10 മിനിറ്റോളം നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇത് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മളുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു ബീഫ് റോസ്റ്റാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എരിവ് അതിനനുസരിച്ച് മാറ്റം വരുത്തുക. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്